മാറുന്ന തൊഴിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം മരണപ്പെട്ട അന്യയുടെ വീട് സന്ദർശിച്ച നേതാക്കൾ. കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്ന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. അന്യയുടെ മരണത്തിന് കാരണക്കാരായ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കമ്പനി തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അമിത ജോലി ഭാരത്തെ തുടർന്ന് കുഴഞ്ഞുവീണ് മരിച്ച ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മകളുടെ മരണവിവരം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഹൈബി ഈഡൻ MP ഉറപ്പു നൽകിയെന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യന്റെ പിതാവ്. നിയമ നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് കത്തെഴുതിയതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും പ്രതിപക്ഷ നേതാവ് VD സതീശനും അന്നയുടെ വീട് സന്ദർശിച്ചു. ജൂലൈ 20-നായിരുന്നു താമസിക്കുന്ന സ്ഥലത്ത് അന്ന കുഴഞ്ഞു വീണ് മരിച്ചത്. അമ്മ അനിത സെബാസ്റ്റ്യൻ മകൾ നേരിട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മെമാനിക്ക് കത്തയച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയായിരുന്നു കമ്പനിയുടേതെന്ന പിതാവും പ്രതികരിച്ചിരുന്നു. അന്നയുടെ സംസ്കാര ചടങ്ങുകളിൽ കമ്പനി പ്രതിനിധികൾ പങ്കെടുത്തില്ലെന്ന ഗുരുതര ആരോപണവും പിതാവ് ഉന്നയിച്ചിരുന്നു. എന്നാൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ ഖേദം പ്രകടിപ്പിച്ച രാജീവ് മെമാനി രംഗത്തെത്തിയിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് സംസ്കാരത്തിന് ചേരാത്ത പ്രവൃത്തിയാണെന്നും മുൻപൊരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയൊരിക്കലും ഇത് ആവർത്തിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവനക്കാരുടെ ക്ഷേമത്തിന് ഉയർന്ന പ്രാധാന്യം നൽകുമെന്നും ജീവനക്കാർക്കെല്ലാം ആരോഗ്യകരമായ തൊഴിലിടം ഉറപ്പാക്കുമെന്നും രാജീവ് മെമാനി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശനും അന്നയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചു. തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യവും അന്നയുടെ മരണവും പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിലവിൽ നിയമ നടപടികളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കുമെന്നും ഹൈബി ഈഡൻ MP ഉറപ്പു നൽകിയതായും അന്നയുടെ അച്ഛൻ സിബി ജോസഫ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അല്പസമയത്തിനകം അന്നയുടെ വീട് സന്ദർശിക്കുമെന്നാണ് വിവരം. അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയായിരുന്നു കമ്പനിയുടേതെന്ന പിതാവും പ്രതികരിച്ചിരുന്നു. അന്നയുടെ സംസ്കാര ചടങ്ങുകളിൽ കമ്പനി പ്രതിനിധികൾ പങ്കെടുത്തില്ലെന്ന ഗുരുതര ആരോപണവും പിതാവ് ഉന്നയിച്ചിരുന്നു.